ഇപ്പം ഇൻ്റർനെറ്റിൽ നോക്കുമ്പം ഭയങ്കരമായിട്ട് കാണുന്നതാണ് എമ്പുരാൻ പടത്തിന് ഭയങ്കര നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ടെന്ന്. അപ്പം ആക്ച്വലി ഇന്നലെ ഞാൻ എമ്പുരാൻ കാണാൻ വേണ്ടി പോയി. ഫസ്റ്റ് ഷോക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതുവരെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല, ഈ ഫാൻ ഷോക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഇതിൻ്റെ ഹൈപ്പൊക്കെ കണ്ടപ്പോൾ പോയതാണ് ഫസ്റ്റ് ഷോക്ക്. അപ്പോൾ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇല്ല പോലെ തന്നെ ഭയങ്കര പ്രതീക്ഷയോടെ പോയതാണ്. ലൂസിഫറൊക്കെ കണ്ട പ്രതീക്ഷയോടെ പോയതാണ്. അപ്പം ഞാൻ ഈ കോക്കിൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ആലോചിക്കണേ, കോക്ക് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അത് ആ പുള്ളിക്കാരൻ്റെ റിവ്യൂവിനകത്ത് തന്നെ കണ്ടാൽ മനസ്സിലാവും. പുള്ളിക്കാരൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്തേ. പടം കാണുമ്പം ടെക്നിക്കലിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സീൻ ബൈ സീൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എത്ര അടിപൊളിയായിട്ട് ചെയ്തതെന്ന് നമുക്ക് തോന്നിപ്പോവും. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ സിനിമ എന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റോറി ലൈൻ വേണ്ടേ, അല്ലെങ്കിൽ ഒരു കണക്ഷൻ വേണ്ടേ. ആ കണക്ഷൻ എവിടെയെല്ലാം ഉണ്ടായിട്ടില്ല. അത് ഉള്ളത് തന്നെയാണ് പറയുന്നത്. അല്ലാണ്ട് വെറുതെ ആൾക്കാരൊരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്നൊന്നുമല്ല. ചിലർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നൊരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. വേറൊരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും ഇതെന്തുകൊണ്ടാണ് ഈ പടം ഇത്രയും ഒന്നുകിൽ നെഗറ്റീവ് പബ്ലിസിറ്റി വരുന്നതെന്നുള്ളതിനകത്ത് ഒരു കാരണമുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തു. ഹൈപ്പ് കൊടുക്കുന്ന നമ്മളല്ല, ഈ ഇവരുടെ നിർമ്മാതാക്കളും ആക്ടേഴ്സും എല്ലാവരും തന്നെയാണ് കൊടുക്കുന്നത്. ഈ പൃഥ്വിരാജായാലും മോഹൻലാലായാലും ഇവർ തന്നെയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഹൈപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവരെ മുള്ള അത്രയും ട്രസ്റ്റും ഉണ്ട്. അപ്പോൾ ഇവർ ഈ ഹൈപ്പ് കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് 4:30 ഉറക്കൽ ഒഴിഞ്ഞിട്ടാണ് പോയി കാണുന്നത് പടത്തിന്. അപ്പോൾ നമ്മളുടെ പ്രതീക്ഷ അതിനനുസരിച്ച് ഉയരും. അപ്പോൾ അത് മീറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്പെക്റ്റേഷൻ കൂടുമ്പോൾ അത് മീറ്റായിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് പറയും. ഇത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ്. ഇപ്പം സെയിം ടൈം ഇവർ ഹൈപ്പ് കൊടുത്തു, അവർക്ക് അതിനുള്ള പ്രീ ബുക്കിംഗ് കിട്ടി അല്ലേ. 60 CR അത്ര 64 അത്ര കിട്ടിയില്ലേ. അതെന്തുകൊണ്ടാണ് കിട്ടിയത്? അവർ ഈ ഹൈപ്പ് ഇട്ടു, അതുകൊണ്ട് അവർക്ക് പ്രീ ബുക്കിംഗ് അത്രയും കിട്ടി. അപ്പോൾ അതിൻ്റെ മറ്റൊരു സൈഡാണ് ഹൈപ്പിനൊത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുള്ളത്. ഓഫ് കോഴ്സ് നെഗറ്റീവ് പറഞ്ഞു. അതിനകത്ത് പിന്നെ നമ്മൾ വന്നതിന് ശേഷം പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാണ്ട് പിന്നെ ആൾക്കാർ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്നു അങ്ങനെയൊന്നുമില്ല. എനിക്കും തോന്നിയതാ, എന്താ പറയുക, ശരിക്കും ഒരു നെഗറ്റീവ് പറഞ്ഞു പോകണമെന്ന്. പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ അങ്ങ് ഒഴിവാക്കിയത്. പക്ഷേ ചിലവർ അങ്ങനെ പറയണമെന്നില്ല. കാരണം പ്രത്യേകിച്ച് ഇത് ഒരു സ്ഥിരമായിട്ട് റിവ്യൂ കൊടുക്കുന്നവരൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. അവർ നല്ലതാണെന്നും പറയുന്നില്ലേ. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം ഞാൻ ഈ സിനിമയുടെ ഹാങ് ഓവർ മാറാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ വിക്രത്തിൻ്റെ ഒരു പുതിയ പടം വന്നിട്ടുണ്ടല്ലോ, വീര സൂര എന്തായിരുന്നു, അങ്ങനെ എന്തായിരുന്നു പേരെന്ത് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, വീര ധീര സൂരൻ, അങ്ങനത്തെ ആ ഒരു പടം കാണാൻ വേണ്ടി പോയി. അപ്പോൾ ആക്ച്വലി ദുബായിലൊക്കെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഫുള്ള് തിയേറ്ററും എമ്പുരാനും വേണ്ടിയിട്ട് ബുക്കായിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും നല്ല സ്ക്രീനില്ല, എല്ലാം ചെറിയ ചെറിയ സ്ക്രീനാണുള്ളത്. അപ്പോൾ പിന്നെ ചുമ്മാ ഒന്ന് പോയി കാണാമെന്ന് വെച്ച് പോയി കണ്ടതാണ്. ക്ലാസ് പടം. അതിനകത്ത് ഈ പറയുന്ന പോലെ ഞാൻ കണക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു 100-ൽ 10% എമ്പുരാനും മുടക്കിയ ഇതുപോലും ഇതിനകത്ത് മുടക്കിയിട്ടില്ല. പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനും അതിനുള്ളൊരു കണക്ഷനും ഒക്കെ വളരെ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട് ആ മൂവി. ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൂവി ആയിട്ടാണ് തോന്നിയത്. നല്ലൊരു രസമുള്ളൊരു മൂവി. അപ്പം ഞാനിപ്പോൾ ആലോചിക്കണം, മറ്റേ എമ്പുരാന് പോയിട്ട് അതിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് പോയ മൂവിയാണ്. പക്ഷേ അത് കറക്റ്റായിരുന്നു, അത് വേർത്തായിരുന്നു. നല്ലൊരു മൂവി. അപ്പോൾ എപ്പോഴും എന്താ പറയുക, അതിനകത്ത് വിക്രം ആക്ച്വലി എനിക്ക് തോന്നുന്നു 1-2 കോസ്റ്റ്യൂമേ മാറ്റിയിട്ടുള്ളൂ. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ലുങ്കി ഇട്ടാണ് നടക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും ആ പടം അത്ര ഹിറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഒന്ന് കണ്ടു നോക്കണം നിങ്ങളെല്ലാവരും, അപ്പോഴാണ് മനസ്സിലാവുക. അത്രയും നല്ലൊരു മൂവിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ എമ്പുരാനെന്ന് പറഞ്ഞാൽ കുറേ നമുക്ക് സ്ക്രീനും സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു കണക്ഷൻ വരാണ്ടിരിക്കുമ്പോണ്ടല്ലോ, എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു ഫീലും വേണ്ടേ പടം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പം. ആൻഡ് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മലയാളി ഓഡിയൻസ് അങ്ങനെയൊക്കെ ആകുമ്പം നമ്മൾ അതിനകത്ത് കുറേ ഇംഗ്ലീഷ് മൂവി പോലെ ആക്കണം. അതിൻ്റെ ആവശ്യം എന്നല്ല, നമ്മൾക്ക് ഇംഗ്ലീഷ് മൂവി ആണെങ്കിൽ ഇംഗ്ലീഷ് മൂവി നമ്മൾ കാണുന്നില്ലേ. പിന്നെ ഒരു മലയാളം മൂവി ആണെങ്കിൽ അത് അതിൻ്റേതായ സ്റ്റൈലിൽ എടുക്കുക, അത് മതി. എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്കും സക്സസ് ആവണം, നമുക്കും കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണം. ഇതിൻ്റെ ഇടയിൽ വേറൊരു പൊന്മാൻ എന്ന് പറഞ്ഞ പടം കണ്ടു. അതിനകത്തൊക്കെ എന്താ ചിലവാക്കിയേക്കുന്നത്, പക്ഷെ എന്ത് നല്ല പടം, എന്ത് വൃത്തിക്ക് ചെയ്തു. പുള്ളിക്കാരൻ്റെ ആക്ടിങ്ങും ആ പടത്തിൻ്റെ ആ ഒരു പോക്കും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എല്ലാവർക്കും ഇതേപോലെ ഒരു ഒപ്പീനിയനും വരണമെന്നില്ല.
ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് പടത്തിനത്ര എത്ര സ്പെൻഡ് ചെയ്യുന്നുള്ളതോ അല്ലെങ്കിൽ എന്തൊക്കെ സീനുകൾ ഇറക്കുന്നുണ്ടോ അതിനകത്തൊന്നും കാര്യമില്ല. അതൊക്കെ നമുക്കും കൂടെ അങ്ങ് കാണുമ്പം അതിന് ആ ഒരു കണക്ഷൻ തോന്നണം. ഇപ്പോൾ നമ്മൾ വെറുതെ ഒരാളെ തല്ലുമ്പം നമുക്ക് എന്ത് ഫീൽ ഉണ്ടാവുക? അതിന് ഒരു റീസൺ വരണം. എന്നെങ്കിലും നമുക്ക് ഒരു സ്റ്റണ്ട് വരികയാണ്, നമുക്കൊരു ഫീൽ വരുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും അത് അത് വാങ്ങി പിടിച്ചോളൂ. വേറെ ഒന്നും പറയാനില്ല. പിന്നെ അയാൾക്കെതിരെ കേസിന് പോവുക, അതിനകത്തൊന്നും ഒരു ന്യായമില്ല. കാര്യം നിങ്ങളും കളിക്കുന്നത് അങ്ങനത്തെ ഒരു കളിയാണ്. ഈ പറഞ്ഞ ഇത്രയും ഹൈപ്പിട്ട് ഇറക്കിയിട്ട് ലോകത്തില്ലാത്ത അത്രയും ബുക്കിങ്ങും വാങ്ങി. ഓഫ് കോഴ്സ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കണം. അതിൻ്റെ നമ്മളെ ആ എക്സ്പെക്റ്റേഷൻ ഒത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷിക്കാൻ തന്നെ വേണം. ഇപ്പം നിങ്ങൾ തന്നെ ഒരു 10 പേരെ എടുത്തിട്ട് ചോദിച്ചു നോക്ക്, അതിനകത്ത് എത്ര പേർക്ക് അതിന് പിന്നെ പടം ഓക്കെ എന്നുള്ളത്. 10 ഞാൻ ഇവിടെ ഏറ്റവും കുറഞ്ഞത് 5 പേര് പടം ഇഷ്ടമില്ല എന്ന് പറയും. നിങ്ങൾ കൊടുത്ത ഹൈപ്പിന് 10 ഒരാളെ ഇഷ്ടമില്ല എന്ന് പറയാൻ പാടുള്ളൂ. ആ രീതിയിൽ നിങ്ങൾ ഹൈപ്പ് കൊടുത്തേ. അപ്പോൾ എനിവേ, ഈ എമ്പുരാൻ കണ്ടിട്ട് ക്ഷീണമായവർക്കെല്ലാം കാണാൻ പറ്റിയൊരു പടമാണ് വീരാസൂര. എന്തായിരുന്നു പേര് വീണ്ടും? വിക്രത്തിൻ്റെ പടം പേര് ഞാൻ മറന്നു. വീരാധീരാസൂരൻ. പോയി കണ്ടോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.